കൂട്ടുകാരെ, ഇന്നും എനിക്ക് സങ്കടം തന്നെ. നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഒരു വാഴ ഒടിഞ്ഞു വീണു. കണ്ടോ? ഞാൻ കൃഷിനാശം വരുന്ന കർഷകരെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അവർക്ക് എത്രമാത്രം വിഷമമായിരിക്കും അല്ലേ? ആ കൃഷി കൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്. അവർക്ക് എത്രമാത്രം വിഷമമായിരിക്കും. അപ്പോൾ കൃഷി നശിക്കുമ്പോൾ കടം ലോണൊക്കെ എടുത്തല്ലേ അവർ കൃഷി ചെയ്യുന്നത്. ആ കൃഷി നശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികത, അങ്ങനെ ഒരുപാട് പേര് ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ച ഒടിഞ്ഞു വീണതാണ് ഇത്. ഇനി ഇപ്പോൾ ഇന്നലത്തെ മഴയ്ക്കോട് ഒടിഞ്ഞു വീണതാണിത്. കണ്ടോ? ഒന്നും ആയിട്ടില്ല, ഒരു തോരന് പോലും പരുവമായിട്ടില്ല. ഇതൊക്കെ വിഷമം തന്നെയല്ലേ? ഇതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, ഇനി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് നട്ടുപിടിപ്പിക്കണം. കേട്ടോ? ആ വീട്ടുകാരുടെ മരങ്ങൾ മുഴുവൻ ഇവിടേക്കാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടാൻ പറ്റില്ല. ഇന്നലത്തെ മഴ വല്ലാണ്ട് നമ്മളെ ചതിച്ചു. ഈ പ്ലാവലയൊന്നും ഞങ്ങളുടേതല്ല കേട്ടോ, അടുത്ത വീട്ടുകാരനെ. നമ്മുടെ പ്ലാവെല്ലാം വെട്ടിക്കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അടുത്ത വീട്ടുകാരുടെ പ്ലാവിൻ്റെ ഇലയാണ്. കുറച്ച് ശല്യമാണെങ്കിൽ പോലും, ഈ ഇലകളിങ്ങനെ ശല്യമാണെങ്കിൽ പോലും ഇതൊക്കെ വേണം. ഇതൊക്കെ പ്രകൃതി വീഴണം, മണ്ണിൽ വീഴണം അല്ലേ? കാന്താരി മുളക് വരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ പറമ്പിലിങ്ങനെ കലപിലാന്ന് നടക്കണം. ഇപ്പോൾ അതിനിടയിൽ കൂടെ ഒരു കൊലയുണ്ട്. അതെപ്പോൾ പോകുന്നോ ദൈവത്തിനറിയാം. കാണുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് കാണിക്കാനൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അതിനിടയിലുണ്ട്. കണ്ടോ? ഇവിടെ കൊണ്ടുവന്നതാ. ഇതൊക്കെ ഇപ്പോൾ ഈ മെയ് മാസത്തോടുകൂടി ഇതെല്ലാം പോകും. ഇപ്പം കായ്ക്കുന്നു. ഇതാ വേറൊരു കൊല വന്നിരിക്കും. ഇതുകൊണ്ട് ഇതാ നമ്മൾ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വയ്ക്കണം. ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഇത് കാരണമാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾക്ക് പ്ലാവൊന്നുമില്ല. എനിക്ക് നടക്കാനും വയ്യ കേട്ടോ. എന്തെങ്കിലും തട്ടിയാൽ ഞാൻ മറിഞ്ഞു വീഴും. ഇതും കൊണ്ടൊക്കെ നടക്കുന്നുണ്ടോ പിള്ളേർ വഴക്ക് പറയും കേട്ടോ. അവിടെ കറിവേപ്പിലുണ്ട്. ആ പ്ലാവിൽ ഇപ്പോൾ ചക്ക കിടക്കുന്നു. നമുക്ക് ആ പ്ലാവിൽ ഇങ്ങോട്ട് വീഴുന്നതാണ് ഈ ഇലയെല്ലാം. ഇനി ഒരു ദിവസം ഇതെല്ലാം അവന് തൂത്തുകൂട്ടി തീ വയ്ക്കണം. ഇവിടെ മാഷ് പ്ലാവില പോലും തീ വയ്ക്കാൻ സമ്മതിക്കില്ല, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടായിരിക്കും. അതേസമയത്ത് ഇവിടെ പല വീടുകളിലും റോഡിൽ നടക്കാൻ പോകുമ്പോഴും ഒക്കെ പ്ലാസ്റ്റിക് കത്തിയിലാണ്. ഈ വഴിയെ കൂടെ നടക്കുകയേ ഉണ്ട് പ്ലാസ്റ്റിക് കത്തിച്ചിട്ടേ. അത് നമ്മുടെ കുടിമുളകാണ്. നമ്മുടെ ആവശ്യത്തിലുള്ള വീട്ടിൽ 2 മൂടിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ വേണമെന്ന്. ഈ മാവൊക്കെ ഞങ്ങളുടെ കാലത്തൊന്നും കായ്ക്കില്ല. ഇത് 3-ാം കൊല്ലമെന്നാണ് പറയുന്നത്. ദൈവത്തിനറിയാം. നമ്മുടെ ഭൂമി അല്ലേ, നമ്മുടെ മണ്ണ് എത്ര സുന്ദരമാണ്. മണ്ണിന് എന്തൊരു മണമാണല്ലേ? ഈ വേനൽക്കാലത്തെ ഇങ്ങനെ വേനൽ മഴ പെയ്യുമല്ലോ, അപ്പോഴാ മണ്ണിൽ നിന്ന് വരുന്ന ഒരു മണം, പുതുമണ്ണിൻ്റെ മണം, പുതുമഴയുടെ മണമെന്ന് പറയും. ഇതൊരു രസകരമാണ്. ഇതാ ഇത് നമ്മുടെ ഇതൊരു മാന്തയ്യ, ഇത് നമ്മുടെ ഒരു വയ്യാവ്, ഇത് നമ്മുടെ വഴണ. ഞാനിതിൽ നില പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്കയുടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കും. പറ്റിയാൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യുകയില്ല. ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് രാവിലെ ചുറ്റോട്ടമൊക്കെ ഒന്ന് നടന്നപ്പോൾ ഇതിൽ നിന്ന് വലിയ ഇലയെല്ലാം പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഇതാണ് വഴണ.
കേട്ടോ. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച പറിച്ചുകൊണ്ട് വെച്ച ഇല ഫ്രിഡ്ജിലിരുന്ന് തന്നെ ഉണങ്ങിപ്പോയി. ഞാൻ വിചാരിക്കുന്ന മാതിരി എൻ്റെ മനസ്സെത്തുന്നിടത്ത് എൻ്റെ ശരീരം എത്തുന്നില്ല കുട്ടികളെ. എനിക്ക് വയസ്സായില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന വയസ്സൊന്നുമല്ല. എൻ്റെ 78ാം പിറന്നാളാണ് അടുത്ത് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും സോഡിയം പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ടീച്ചർ ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. മൂലയ്ക്ക് തടഞ്ഞുകൂടി ഇരിക്കരുത് ആരും കേട്ടോ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നമ്മുടെ ഡയബറ്റിക് ചീര എന്ന് പറയില്ലേ, അതാണ് നിൽക്കുന്നത്, ഡയബറ്റിക് ചീര. അതിൻ്റെ ഇല ഇനി ഒരു ദിവസം അത് എടുക്കണം. ഇതാ ഒടിഞ്ഞു വീണ വാഴയുടെ മാഷ് വെട്ടിയിട്ടിരിക്കുകയാണ്. ഈ തെങ്ങ് എന്താണെന്നോ കായ്ക്കാനൊക്കെ ആയി, പക്ഷെ ഇതുവരെയും കായ്ച്ചില്ല. നാളികേരത്തിനൊക്കെ എന്താ വില, നാളികേരത്തിനൊക്കെ എന്താ വില. അതിനിടയിൽ കൂടെ നമ്മുടെ രജനി വന്നു എന്നറിയിക്കാൻ വേണ്ടി, അവളിപ്പോൾ വരുന്നേ ഉള്ളൂ, വന്നു എന്നറിയിക്കാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വന്ന് എന്നെ തപ്പി. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അറിയാതെ അവിടെ ഫോട്ടോ ഇതിൽ പെട്ടിട്ടുണ്ട്. അവൾക്കിഷ്ടമല്ല അവിടെ പടം പെടുന്നത്. പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇനി അത് കളയുകയില്ല. കാരണം അപ്പം നിൻ്റെ പടം ഇതിനകത്ത് വന്നു എന്ന് പറയുക. സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അയ്യോ രജനി, ഇന്നലെ ഒരു വാഴ കൂടെ ഒടിഞ്ഞു പോയി മോളെ. ഒരു വാഴ ഒന്നും ആയിട്ടില്ല, തോരൻ വെക്കാൻ പോലും ആയില്ല. പിന്നെ അതുപോലെ തന്നെ മുളകില്ലേ, എൻ്റെ കാന്താരി മുളക്, ആ ചട്ടിയിലുണ്ടായിരുന്ന മുളകും പോയി കുട്ടി. ഞാൻ പിന്നെ അതിനെ എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. ഇത്രയും നേരം അതൊക്കെയായിരുന്നു എൻ്റെ ജോലികൾ. നടപ്പ് കഴിഞ്ഞേച്ച് വന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്ഛന് പുട്ടുണ്ടാക്കി, എനിക്ക് ഓട്ടട ഉണ്ടാക്കി. ഇതൊക്കെയായിരുന്നു ഇത്രയും നേരത്തെ പരിപാടികൾ. ഇനി നമ്മുടെ രജനിക്കുട്ടി എല്ലാം ചെയ്യട്ടെ, അവൾ ചെയ്തോളൂ ഇനി ഉച്ചക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുപ്രഭാതം നേരുന്നു. നിങ്ങളെല്ലാവരും മണ്ണിനെ സ്നേഹിക്കുക. ചെറിയ ചെറിയ കൈക്കോട്ടെങ്കിലും എടുത്ത് ഒന്ന് വെട്ടുക ഉണ്ടോ. അല്ലാതെ പിന്നെ കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല എന്നുള്ള മാതിരി നടക്കണ്ട. ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ.